നഷ്ടപ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ആരും പറയാത്ത രാജകുമാരിയായ തമറിൻ്റെ ട്രാജഡി ലവ് സ്റ്റോറിയാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇപ്പോഴത്തെ അർമേനി ഭരിച്ചിരുന്ന രാജാവിൻ്റെ ഏകമകൾ സുന്ദരിയായ തമറും ആ നാട്ടിലെ സാധാരണ കുടുംബത്തിലെ ഒരു യുവാവും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ആ ബന്ധം വളർന്ന് ഗാഢമായ പ്രണയത്തിലേക്കെത്തി. അവിടുത്തെ പ്രസിദ്ധമായ സെവാനിലേക്ക് നീന്തിക്കടന്നായിരുന്നു രാജകുമാരിയെ കാണാൻ കാമുകൻ എത്തിയിരുന്നത്. ഇവരുടെ ബന്ധം കൂടുതൽ ആഴങ്ങളിൽ എത്തിയപ്പോൾ രാത്രികാലങ്ങളിൽ ഇവർ സംഗമിച്ചിരുന്നു. തടാകം നീന്തി വരുന്ന തന്റെ കാമുകനായി തമർ ദിശയറിയാനായി ഇക്കരയിൽ നിന്നും തീപന്തം തെളിയിച്ചിരുന്നു. കാലങ്ങൾ കടന്നുപോയി. ഇവർ തമ്മിലുള്ള ബന്ധം രാജാവിന്റെ ചെവിയിലെത്തി. ഇതിൽ നിന്ന് പിന്മാറാൻ രാജാവ് തമറിനോട് ആവശ്യപ്പെട്ടു. മറ്റൊരു വിവാഹം കഴിക്കില്ലെന്നും അവൾ നിലപാടെടുത്തു. പിറ്റേന്ന് രാത്രി തമർ സിഗ്നൽ നൽകിയതനുസരിച്ച് യുവാവ് നീന്തി തുടങ്ങി. രാജാവിന്റെ നിർദ്ദേശപ്രകാരം തമറിന്റെ കയ്യിലുള്ള തീപന്തം ഭടന്മാർ അണച്ചു. അവൾ തീപന്തം അണയ്ക്കരുതെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അവർ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. തമറിന്റെ സിഗ്നൽ ലഭിക്കാതെ വന്നപ്പോൾ ദിശ തെറ്റി നീന്തിയ യുവാവ് സെവാൻ ലേക്കിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താന്നു. തന്റെ കാമുകൻ മരണപ്പെട്ടതറിയാതെ ദിവസങ്ങളോളം സെവാൻ ലേക്കിന്റെ കുന്നിൻ മുകളിൽ നിന്നും തമർ തീപന്തം തെളിയിക്കുമായിരുന്നു. തമറിന്റെ അനശ്വര പ്രണയത്തിന്റെ സ്മാരകമായി തീപന്തമേന്തിയ തമറിന്റെ പ്രതിമ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്.